ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേക്സ് വിൻഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പോകുന്നത് അഞ്ചാരി ബട്ടർഫ്ലൈ ക്യാമ്പിലേക്കാണ്. ഇപ്പോൾ ബട്ടർഫ്ലൈയുടെ സീസൺ അല്ലാത്തതിനാൽ ഞാൻ പോകുന്ന ഈ സഞ്ചാരത്തിൽ ഒരു ഉറുമ്പിനെ പോലും കണ്ടിട്ടില്ല. കൂടാതെ സീസൺ അല്ലാത്തതിനാൽ ക്യാമ്പിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാനും കഴിഞ്ഞിട്ടില്ല. പകരം അവിടെ വരെ പോകുമ്പോൾ ഉള്ള വനഭംഗിയും കൂടാതെ അഞ്ചാരി ബട്ടർഫ്ലൈ ക്യാമ്പിനെ കുറിച്ചും ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആ കാഴ്ചകൾ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ ബാക്ക് അടിക്കാം. അല്ലാത്തവരെ ഞാൻ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൂകാംബിക വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ ആരാരും ശല്യപ്പെടുത്താത്ത പ്രകൃതിരമണീയമായ വനഭംഗിയും വളഞ്ഞു കുളഞ്ഞു ഒഴുകുന്ന സൗപർണിക നദിയോരത്ത് ഉള്ള അഞ്ചാരി ചിത്രശലഭ ഉദ്യാനവും സഞ്ചാരികൾക്ക് ഒരു ജീവിതകാലം നീണ്ടു നിൽക്കുന്ന അനുഭവങ്ങൾക്ക് വേദിയായി മാറുന്നു. കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ഉടുപ്പിയിലേക്ക് മടങ്ങുന്ന വഴി ഏതാനും കിലോമീറ്റർ അകലെയാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് കർണാടക സർക്കാർ ഈ കാനന കേന്ദ്രം കുടജാദ്രി മലമുകളിലേക്കുള്ള ട്രക്കിംഗ് സൗകര്യം ലഭ്യമാക്കുന്നു. കുടജാദ്രി മല മഹത്തായ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലം ഒരുക്കുന്നു. ഇവിടെ നിന്ന് ബൈന്ദൂർ കടൽ തീരത്തിലേക്കും മനവന്തി കടൽ തീരത്തിലേക്കും ഏതാണ്ട് 35 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഈ ക്യാമ്പിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടങ്ങളിലേക്കുള്ള സന്ദർശനം കൂടി തരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ ക്യാമ്പിൽ നിന്ന് ലഭ്യമാകുന്ന മറ്റ് സൗകര്യങ്ങൾ പക്ഷി നിരീക്ഷണം, ചിത്രശലഭ നിരീക്ഷണം, ട്രക്കിംഗ്, വന്യമായ കാനന ഭംഗി ആസ്വദിക്കൽ, അരിസനഗുണ്ടി വെള്ളച്ചാട്ടം ആസ്വാദനം കൂടിയാണ്. വിവിധ ഇനം ചിത്രശലഭങ്ങളെ നിങ്ങൾക്കിവിടെ കാണാനാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മലബാർ ജയന്റ് സ്ക്വിറിൽ, സാമ്പാർ മാൻ, വൈൽഡ് ബോർ, ഇന്ത്യൻ ഗൗർ, മയിലുകൾ, ബാർക്കിംഗ് ഡിയർ തുടങ്ങിയ വന്യജീവികളെയും കാണാൻ അവസരം ലഭിക്കുന്നതാണ്. കൂടാതെ പല ഇനം പക്ഷികളെയും കാണാം. ക്യാമ്പിനകത്ത് കുട്ടികൾക്കുള്ള ഒരു പാർക്കും ഒരുക്കിയിട്ടുണ്ട്. ഈ ക്യാമ്പിൽ സന്ദർശിക്കുന്നതിനുള്ള ഉത്തമ കാലം ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. കർണാടക വനവകുപ്പിൻ്റെ കേന്ദ്രത്തിൽ ചുരുക്കം താമസ സൗകര്യവും ഭക്ഷണ സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ സൗകര്യങ്ങൾ കുറച്ചു കൂടുതൽ ചിലവേറിയതാണ് എന്ന് അറിയുക. മറ്റു സമയങ്ങളിലുള്ള സഞ്ചാരികൾക്ക് ഇവിടെ കുടിവെള്ളം പോലും ലഭ്യമാകില്ല എന്ന് അറിയുക. അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ ക്യാമ്പിൻ്റെ അടുത്ത് എത്താൻ ഏകദേശം ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇവിടുത്തെ യഥാർത്ഥ ഭംഗിയുള്ള കാഴ്ചകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതിൽ വളരെയധികം വിഷമമുണ്ട്. ക്ഷമിക്കണം. ഈ വീഡിയോ മുഴുവൻ കാണാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് മേഘ സൈനിങ് ഓഫ്. ബൈ.